വിശപ്പിന് മുന്നിൽ ചികിത്സ പോലും പൂർണ്ണമാകില്ല എന്ന തിരിച്ചറിവിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച വിശപ്പുരഹിത ആശുപത്രി പദ്ധതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോളും കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന നിരവധി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസേന 3 നേരവും സൗജന്യമായി ഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത ആശുപത്രി. വിശപ്പ് മൂലം ചികിത്സയ്ക്ക് തടസ്സം നേരിടുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. ജീവകാരുണ്യ പ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും പിന്തുണയോടെ മുന്നോട്ട് പോകുന്ന പദ്ധതി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോളിന്റെ മനസ്സിലുദിച്ച ആശയമാണ്. ആദിവാസികൾക്കും നിർധരായവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഈ പദ്ധതി പൊതുജന പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കി വരുന്നതെന്ന് ഡോക്ടർ സാം പോൾ പറഞ്ഞു. നമ്മൾ 3 നേരവും സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട്. ഇത് ഓരോ നേരവും സ്പോൺസർഷിപ്പ് കണ്ടെത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണക്കാരായ മനുഷ്യർ അവരുടെ കുഞ്ഞുങ്ങളുടെ ജന്മദിനങ്ങളും മാതാപിതാക്കളുടെ ഓർമ്മ ദിനങ്ങളൊക്കെ നമ്മുടെ രോഗികളോടൊപ്പം ആഘോഷിച്ചിട്ടാണ് ബാക്കിയുള്ള റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ആരും വിശന്നിരിക്കാൻ പാടില്ല എന്നതാണ് ലക്ഷ്യമെന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് AV എബ്രഹാം പറഞ്ഞു. 10 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഉള്ള ജനങ്ങളാണ് ഇവിടെ വരുന്നത്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകൾക്കിടെ ഒരു ആശ്രയ കേന്ദ്രമാണ്. അവിടെയുള്ള നിർധനരായ രോഗികൾക്ക് പലപ്പോഴും അവർക്ക് വീടുകളിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ആളുകൾ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഇടയ്ക്ക് സന്നദ്ധ സംഘടന കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ അവർ ശേഖരിച്ചു വെച്ച് വൈകിട്ടൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നു. അത് കമ്മിറ്റി അംഗങ്ങളായ മറ്റുള്ളവരെല്ലാം അത് സ്വാഗതം ചെയ്തു. സൗജന്യമായി ലഭിക്കുന്ന ഭക്ഷണം ആശുപത്രിയിൽ എത്തുന്നവർക്ക് വലിയ സഹായമാണെന്നും ഇവിടെ എത്തിയതിനു ശേഷം പറഞ്ഞിട്ടില്ലെന്നുമാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരാഴ്ചയായി ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കാല് വയ്യാതെ വന്നതാണ്. ഇവിടെ വന്ന അന്ന് മുതൽ ഭക്ഷണം കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ 3 നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ട്. വിശപ്പ് എന്നാന്ന് ഇവിടെ വന്നേ പിന്നെ അറിഞ്ഞിട്ടില്ല. ഒരു സാധനം ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കലില്ല. ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത്. ചേട്ടനുള്ളതും എനിക്കുള്ളതും. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിങ്ങനെ ആകെ 1,70,000 പ്ലേറ്റ് ഭക്ഷണം ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ജന്മദിനം, വിവാഹ വാർഷികം, ഓർമ്മദിനം തുടങ്ങി വിശേഷ ദിവസങ്ങളിൽ ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഒരാളുടെ ഒരു നേരത്തെ വിശപ്പെങ്കിലും അടക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നന്മയാണ്. അവിടെയാണ് 3 നേരവും ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ നല്ല ഭക്ഷണം നൽകിക്കൊണ്ട് ഈ ആശുപത്രി മാതൃകയാകുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാമ, പലപ്പോഴും ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക്, പ്രത്യേകിച്ച് അഡ്മിറ്റ് ആവുന്നവർക്കൊക്കെ ഈ ഭക്ഷണത്തിന് വേണ്ടി വലിയൊരു തുക ചിലവാക്കേണ്ടി വരുമല്ലേ? അവിടെയാണ് ഈ കോതമംഗലം താലൂക്ക് ആശുപത്രി ഒരു മാതൃകയായി നിൽക്കുന്നത്. ഭക്ഷണത്തെ പറ്റി പട്ടിണി കിടക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വലിയൊരു ഭീമമായ തുക ചെലവാകുമോ എന്നൊന്നും ചിന്തിക്കാതെ അവിടെ ചികിത്സ തേടാം എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം, അല്ലേ ശ്യാം? വിശപ്പ് രഹിത ഒരു സർക്കാർ ആശുപത്രി ഒരുപക്ഷെ ആദ്യമൊക്കെ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന ഒരു ചിന്തയായിരിക്കാം ഇതിൻ്റെ ആദ്യ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാവരുടെയും ഇടയിൽ തോന്നിയിട്ടുണ്ടാവുക. അങ്ങനെ ആ ഒരു പദ്ധതി കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വിജയിച്ച കഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടുത്തെ ആശുപത്രി സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ സാം പോളിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെക്കുകയും ഈ ആശയം അവിടുത്തെ കോതമംഗലം താലൂക്ക് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരെയും കുട്ടികളെയും ഒക്കെ ലഹരികളിൽ നിന്നൊക്കെ വഴിതെറ്റിച്ച് ഇത്തരത്തിലുള്ള സഹായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു. 3 നേരമാണ് ഇവിടെ സൗജന്യമായിട്ട് ഭക്ഷണം നൽകുന്നത്. നേരത്തെ നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജുകളിലും മറ്റുമൊക്കെ വിവിധങ്ങളായിട്ടുള്ള യുവജന സംഘടനകൾ 1 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്ന DYFI ഉണ്ട്, AVF ഉണ്ട്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഇത്തരത്തിൽ പലയിടങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സർക്കാർ ആശുപത്രിയിൽ 3 നേരവും അതും വളരെ മനോഹരമായ രീതിയിൽ ഒരിടത്ത് ഇരുന്ന് വളരെ രസകരമായിട്ട് ഭക്ഷണം കഴിച്ച് അവിടുത്തെ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും രോഗമെന്തെന്നറിയാതെ വിശപ്പെന്തെന്നറിയാതെ അവിടെ നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നു എന്നതാണ് ഈ ആശുപത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ ആ ആശുപത്രിയിൽ ഇത്തരമൊരു പദ്ധതിക്ക് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത് അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവിടെ വിവാഹ വാർഷികത്തിന്, പിറന്നാളിന് ഒക്കെ ഈ സൊസൈറ്റിയുമായിട്ട് ചേർന്ന് സംയുക്തമായി നിന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളും മറ്റുമൊക്കെ പലരും തരുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഒരു സർക്കാർ ആശുപത്രി ഇത്തരത്തിലൊരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങുകയും ആ ഉദ്യമം വളരെ മനോഹരമായ രീതിയിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തത് അവിടുത്തെ സൂപ്രണ്ടിൻ്റെ കഠിനമായ പരിശ്രമമാണ്. ഒരുപക്ഷെ ഡോക്ടർ സാം പോളിനെ പോലുള്ള ആളുകളായിരിക്കണം ഇത്തരത്തിൽ വിവിധ സർക്കാർ ആശുപത്രികളിലെയും മറ്റുമൊക്കെ തലപ്പത്തേക്ക് വരുവാനും ഇത്തരത്തിലുള്ള ആശയങ്ങൾ സാം പോളിന്റെ ആ ഒരു ആശയം അതാണ് ഇപ്പോൾ 3-ാം വർഷത്തിലേക്ക് ഈ ഒരു പദ്ധതി കടന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് വർഷങ്ങളോളം ഈ ഒരു പദ്ധതി ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശരി.